ഒരാളുടെ സജഷൻ കേട്ട ഒരു സിനിമ കണ്ടിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു പടമായിരുന്നു ഇത്. നമുക്ക് ഈ മാസ് പരിപാടികളും ആക്ഷൻ സിനിമകളും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും എപ്പോഴും അത് പറ്റില്ലല്ലോ. സോ അതിൽ നിന്നൊരു ഡീവിയേഷൻ എടുക്കുന്നവർക്കും ഹാപ്പിയായി കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ആൻഡ് പൊതുവിൽ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഒരു കൂട്ടം ജനങ്ങൾ വിജയിപ്പിച്ച ഒരു സിനിമയെ OTT എത്തുമ്പോൾ വേറൊരു കൂട്ടം ജനങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്നതാണ്. ഹൃദയം മുതൽ ലോകയ്ക്ക് വരെ അത് സംഭവിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് റെസ്പെക്റ്റും അപ്രിസിയേഷനും OTT ഇറങ്ങിയപ്പോൾ ലഭിച്ചൊരു സിനിമ കൂടിയായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഇതിലെ പല സീനുകളും ആളുകൾക്ക് റീവാച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അർത്ഥം. ആൻഡ് തീർച്ചയായും പൂവള്ളി ഇന്ദുചൂടനെയും അറക്കൽ മാധവനുണ്ണിയും ഒക്കെ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള കുറച്ച് ജീവിതങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ടല്ലോ, അതിലേക്കും നമ്മുടെ കണ്ണെത്തണ്ടേ. സോ പമ്പിംഗ് മാസ് BGMസും ഹെവി ഫൈറ്റ് സീൻസും ഇല്ലാത്ത കഥാപാത്രങ്ങൾ എവിടെ നിൽക്കുന്നോ ആ സ്ഥലത്തെ കാറ്റിന്റെയും പുഴയുടെയും ഇലയുടെയും ഒക്കെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സിനിമകളും ഇടയ്ക്ക് നമ്മൾ കാണണം എന്ന് തന്നെ പഠിപ്പിച്ചൊരു സിനിമ. പിന്നെ ഈ പടത്തിന്റെ OTT റിലീസിന് ശേഷം സംഭവിച്ച ചെറിയൊരു മോശം കാര്യം എന്താണെന്ന് വെച്ചാൽ മേ ബി ഇത് എനിക്ക് മാത്രം തോന്നിയതാവാം. അതായത് വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മുടെ ഫഹദ്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഫീച്ചർ ഒരു പരിധിക്കപ്പുറം ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും പ്രൊജക്ട് ചെയ്ത് കാണിച്ച് ഫഹദ് ഫാസിൽ എന്ന നടൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ മാത്രം അഗ്രഗണ്യനാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഞാൻ കണ്ടിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഗതിയെ പുള്ളിയുടെ ഐഡന്റിറ്റി ആക്കി മാറ്റുന്ന ഒരു കാഴ്ച വിച്ച് ഐ ഡിഡ് നോട്ട് ഫീൽ റൈറ്റ്. എനിവേസ്, മികച്ചൊരു സിനിമ. അതിൽ പരം കൂടുതലായി ഇതിനെപ്പറ്റി ഇനിയൊന്നും പറയാനില്ല.